പ്രിയപ്പെട്ടവരെ, 2-3 ദിവസം മുമ്പ് കേരളത്തിലെ പ്രശസ്ത മതബൗദ്ധിക വിദ്യാഭ്യാസ സ്ഥാപനമായ ചെമ്മാട് ദാറുൽ ഹുദ, ആ ദാറുൽ ഹുദയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ പ്രതിഷേധ പ്രകടനം എന്താണ് അതിനെക്കുറിച്ച് പറയുക? ഗതികേട് എന്നല്ലാതെ ഇതിന് ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ ഒരു ആത്മീയ സ്ഥാപനത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധ മാർച്ച് നടത്തുക എന്നുള്ളത്? ഇവിടെ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? എത്ര ആളുകൾ മരണപ്പെടുന്നു? എത്ര ആളുകൾക്ക് നീതി ലഭിക്കാതെ പോകുന്നു? ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ തന്നെ ഇവിടെ പല നിലക്കും മുച്ചൂടും മുടിച്ചുകൊണ്ട് ബന്ധപ്പെട്ടവർ തന്നെ കൈകാര്യം ചെയ്യുന്നതല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ലയണൽ മെസ്സി വരൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മലയാളികളെ പറ്റിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. വളരെ ഖേദകരമാണ് ഇതൊക്കെ. എന്നിട്ട് ഇപ്പോൾ ഈ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സ്ഥാപനത്തിലേക്ക്, അതും മതപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തുന്നു എന്നുള്ളത് ഗതികേട് എന്നല്ലാതെ വേറെ എന്താണ് പറയുക? ഇനി ഞാനൊന്ന് പറയട്ടെ. ചെമ്മാട് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. ആ ഭാഗത്താണ് ഞാൻ പഠിച്ചത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ആ ഭാഗത്തുള്ള ആളുകൾക്ക് കുടുംബത്തിൻ്റെ കാര്യത്തേക്കാൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രധാനമാണ് ദാറുൽ ഹുദ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ ഓരോ കാര്യങ്ങളും. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു, ഞാനൊക്കെ ആ ഭാഗത്ത് പഠിക്കുമ്പോൾ അവിടുത്തെ പ്രായം ചെന്ന ഉമ്മമാരും ഉപ്പമാരുമെല്ലാം അവർ അക്കാദമി എന്നാണ് ദാറുൽ ഹുദയെ വിളിക്കുക. അക്കാദമിയിലേക്കുള്ളതാണത്, അതല്ലെങ്കിൽ അക്കാദമിയിൽ നിന്നും വന്നതാണ്. അഥവാ അവർ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ദാറുൽ ഹുദ എന്ന് പറയുന്ന ആ സ്ഥാപനത്തെ ചെമ്മാട്ടുകാരും പരിസരത്തുള്ള ആളുകളും സ്നേഹിക്കുന്നുണ്ട്. പിന്നെ അല്ലേ ആ സ്ഥാപനത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ള കുറച്ച് ആളുകൾ ഈ മലിനീകരണത്തിൻ്റെ പേരിൽ അങ്ങോട്ട് പ്രതിഷേധം നടത്തുക. ഇതിലെന്തോ ഒരു ഗോസിപ്പുണ്ട്, എന്തോ ഒരു നാടകമുണ്ട്. ഏതായാലും അത് ഭാവിയിൽ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. ഏതായാലും ഇത് ഈ മാർച്ച് നടത്തിയവരുടെ ഗതികേട് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല.